ഹായ് ഫ്രണ്ട്സ്, ഷാസവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? 3 വെറൈറ്റി ഫ്ലവറിങ് പ്ലാന്റോട് കൂടിയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അതിൽ ആദ്യത്തെ പ്ലാന്റ് ചെമ്പരത്തിയാണ് കേട്ടോ. ചെമ്പരത്തിയുടെ നല്ല ബുഷിയായ കുറച്ച് വലിയ പ്ലാന്റാണ് ചെമ്പരത്തിയുടെ. നല്ല റയർ അടിപൊളി കളേഴ്സാണ് കേട്ടോ. നമുക്കെപ്പോഴും കിട്ടാത്ത റയർ കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. രണ്ടാമത്തെ പ്ലാന്റ് കമേലിയാണ് കേട്ടോ. കമേലിയുടെ അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള പ്ലാന്റ്, 1-2 പ്ലാന്റിനകത്തൊക്കെ മൊട്ടൊക്കെ വന്നിട്ടുണ്ട്, അങ്ങനത്തെ പ്ലാന്റ്. പിന്നെ കുറച്ച് അക്കിമിനാസിൻ്റെ ഫ്ലവറോട് കൂടിയ പ്ലാന്റ്, അതായത് ഫുൾ പോട്ട് കേട്ടോ, ഫ്ലവേഴ്സോട് കൂടിയ പ്ലാന്റ്. കുറേ ആൾക്കാർക്കൊക്കെ ഫ്ലവേഴ്സുള്ള പ്ലാന്റിന് വേണമെന്ന് പറയാറുണ്ട്. കുറച്ച് പ്ലാന്റാണ് നമുക്കിപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചെമ്പരത്തിയുടെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ, നല്ല ഔട്ട്ഡോറായിട്ട് വളർത്താൻ പറ്റിയ പ്ലാന്റാണ്. വെയിലത്തും മഴയത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫ്ലവേഴ്സ് വിരിയും. പിന്നെ വലിയ ഫ്ലവേഴ്സാണ് കേട്ടോ നമ്മുടെ ചെമ്പരത്തിക്ക്. അപ്പോൾ അങ്ങനെ അത്. പിന്നെ രണ്ടാമത്തെ പ്ലാന്റ് കമേലിയ എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി പിന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, അത്രക്ക് ഭംഗിയുള്ള പ്ലാന്റാണ്. ഒരു പൂമരം തന്നെയാണ് കേട്ടോ. അതിന് ഇതേപോലെ കാലാവസ്ഥ ഒന്നുമില്ല, എല്ലാ കാലാവസ്ഥയിലും ഒരുപോലെ ഫ്ലവേഴ്സ് തരുന്ന നല്ല അടിപൊളി പ്ലാന്റാണ്. പിന്നെ അക്യുമിനാസ് പിന്നെ മഴക്കാലത്ത് മാത്രമാണ് കേട്ടോ നമുക്ക് ഫ്ലവേഴ്സ് തരിക. അപ്പോൾ പ്ലാന്റുകൾ ഏതൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നല്ലോ, നല്ല വലിയ പ്ലാന്റാണെന്ന്. ബുഷിയായ ഹെൽത്തിയായ വലിയ ചെടി തന്നെയാണ് കേട്ടോ നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത്. വലിയ ഫ്ലവേഴ്സാണ്. അപ്പോൾ കണ്ടോ, നമുക്കൊരു 10 കളേഴ്സോളം ഇപ്പോൾ അവൈലബിൾ ആണ്, 10-12 കളേഴ്സോളം ഉണ്ടാവും. അതിൽ നമുക്കൊരു 8 പ്ലാന്റ് വലിയ ബുഷിയായ പ്ലാന്റാണ്. ഒരു 2-3 പ്ലാന്റ് അത്രക്ക് ബുഷി അല്ലാത്ത പ്ലാന്റാണ്, എന്നാലും വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റ് കണ്ടോ, അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആദ്യത്തെ കളർ. ഭയങ്കര റയർ വെറൈറ്റി തന്നെയാണ് കേട്ടോ. ഹൈബ്രിഡ് ചെമ്പരത്തിയാണ്. അപ്പോൾ ഇതിൻ്റെ കളർ കണ്ട് ഓറഞ്ചും റെഡും വൈറ്റും യെല്ലോയും ഒക്കെ കൂടെ കളർ കോമ്പിനേഷൻ ആയിട്ടുള്ള അടിപൊളി പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ മൊട്ട് കണ്ടോ നിങ്ങൾ, മൊട്ട് നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഇത് ഫ്ലവേഴ്സ് വിരിയാനായ മൊട്ടുകളാണ് ഇതൊക്കെ. അപ്പോൾ മൊട്ട് നല്ല വലിപ്പമുണ്ട്. ചെറിയ മൊട്ടിന് അത്യാവശ്യം വലിയ പിന്നെ നല്ല വലിപ്പമുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും വലിയ പോട്ടിലാണ് കേട്ടോ നമ്മൾ ഈ പ്ലാന്റ് ഉള്ളത്, കാരണം അത്രക്ക് ബുഷിയായ പ്ലാന്റാണ് എന്ന് കണ്ടോ. ഇത്രയും വലിപ്പമുള്ള പോട്ടിലാണ് ഇത് നട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പോട്ടിലാണ് നടുന്നെങ്കിൽ ഇതിനേക്കാളും വലിയ പോട്ടിൽ തന്നെ ഈ പ്ലാന്റ് നടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, എന്നാലാണ് വലിയ ഫ്ലവേഴ്സൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഈ പ്ലാന്റ് അയച്ചുതരാം എങ്ങനെയാണോ, ഈ പോട്ട് റിമൂവ് ചെയ്യും. കാരണം ഇത്രയും വലിയ പോട്ടിൽ നമുക്ക് കൊറിയർ ചെയ്യാൻ പറ്റത്തില്ല, അത്രയും മണ്ണ് വെയിറ്റ് കൂടല്ലേ. അപ്പോൾ നമ്മൾ പോട്ട് റിമൂവ് ചെയ്തിട്ട് ഈ പ്ലാന്റിൻ്റെ റൂട്ടിൻ്റെ കൂടെയുള്ള കുറച്ച് മണ്ണുണ്ടാകും. കുറച്ച് മണ്ണോട് കൂടിയാണ് ഞാൻ എല്ലാ പ്ലാന്റും അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് മണ്ണും അതിൻ്റെ അടിയിൽ നമ്മൾ കൊക്കോപ്പീറ്റൊക്കെ വെച്ച് കുറച്ച് നല്ല രീതിയിൽ തണുപ്പൊക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ പ്രത്യേകമായിട്ട് പാക്ക് ചെയ്തിട്ടാട്ടോ നമ്മൾ അയച്ചു തരാം. പിന്നെ കണ്ടോ, ഇത് ഒരു കളറ്, അടുത്ത കളറ് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ അടുത്ത കളർ. കണ്ടോ, ഇത്രയും ബുഷിയായ പ്ലാന്റാണ് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാകുന്നുണ്ടെന്ന് അറിയില്ല, ഒരുപാട് ബ്രാഞ്ചസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളർ കണ്ടോ, യെല്ലോയും മെറൂണും വൈറ്റും കളർ കോമ്പിനേഷൻ കേട്ടോ. ഭയങ്കര ഭംഗിയായിട്ടുള്ള കളറാണ് കേട്ടോ. ഭയങ്കര കളർഫുൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്, ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത്. അപ്പോൾ കണ്ടോ, ഈ കളർ ഭയങ്കര ഭംഗിയുള്ള കളറാണ് കേട്ടോ. രണ്ടാമത്തെ നിറയെ മൊട്ടുകളും ഫ്ലവേഴ്സും ഒക്കെ ഉള്ള പ്ലാന്റ് തന്നെയാണ്. അടുത്ത കളർ ഇതാണ് കേട്ടോ. നല്ലൊരു ഓറഞ്ചും റെഡും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റാണ്. ഇതിൻ്റെ മൊട്ട് ഭാഗത്ത് യെല്ലോഷ് കളറൊക്കെ ആയിട്ട് നല്ല റയറായ പ്ലാന്റാണ്. ഞാൻ പറഞ്ഞില്ലേ 2-3 പ്ലാന്റ് അത്രക്ക് ബുഷിയല്ല എന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ. പക്ഷെ എന്നാലും സ്റ്റെമ്പൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് കട്ടിയായിട്ടുള്ള പ്ലാന്റാണ്. പക്ഷെ എല്ലാം നല്ല റയർ കളേഴ്സാണ് കേട്ടോ. വലിയ പ്ലാന്റ് തന്നെയാണ്, ബാക്കിയുള്ളതൊക്കെ നല്ല ബുഷിയായ പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത കളറ്. അടുത്ത പ്ലാന്റ് ഇതാണ്, നല്ലൊരു പീച്ച് കളറാണ് കേട്ടോ. ഫ്ലവർ വിരിയുന്നേ ഉള്ളൂ, നിറയെ മുട്ടകളുണ്ട്, അത്രക്ക് ബുഷിയായ പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു പൂമരം പോലെ, ഇങ്ങനെ ഹൈറ്റ് വെക്കാത്ത പൂമരം പോലെ ബുഷിയായി വിരിയുന്ന പ്ലാന്റാണ് കേട്ടോ. അത്രക്ക് ബുഷിയാണ്, നിറയെ ഫ്ലവേഴ്സ് മുട്ടുകളുണ്ട്. ഫ്ലവേഴ്സ് ഇപ്പോൾ വരും കണ്ടോ, നല്ല പീച്ച് കളറാണ് കേട്ടോ ഇത്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത കളർ ഇതാണ് കേട്ടോ. ഇത് വൈറ്റാണ്. ഇതിൻ്റെ ലീവ്സ് കണ്ടോ, നല്ല ഇളം തളിര് ഇലയാണ് കേട്ടോ. ഇതിന് വൈറ്റാണ്. ഭയങ്കര ഭംഗിയായിട്ടുള്ള ഫ്ലവേഴ്സ്, നല്ല വലുപ്പം വരുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. ഇതിൻ്റെ സ്റ്റെമ്പിൻ്റെ കട്ട് കണ്ടോ നിങ്ങൾ, ഓരോ പ്ലാന്റും ഇത്രക്ക് സ്റ്റെമ്പ് കട്ടിയായിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ 10 കളേഴ്സോളം ഫ്ലവേഴ്സ് ഉള്ള പ്ലാന്റുകൾ നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ. പക്ഷേ എല്ലാത്തിലും ഫ്ലവേഴ്സ് ആയിട്ടില്ല, കുറേ മുട്ടുകളൊക്കെയാണ് ഫ്ലവറായി വരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് എല്ലാം കാണിക്കാത്തത്. ഇങ്ങനെ ബുഷിയായ പ്ലാന്റാണ്. 3 പ്ലാന്റ് മാത്രമാണ് ഇങ്ങനെ വലിയ പ്ലാന്റ് തന്നെയാണ്, പക്ഷേ അത്രക്ക് ബുഷില്ലാത്ത 3 പ്ലാന്റാണ്. ബാക്കി 7 കളറോളം നമുക്ക് നല്ല ബുഷിയായ പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ.
അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ നമ്മുടെ കമേലിയ പ്ലാന്റ്. കമേലിയയുടെ പ്ലാന്റിൻ്റെ അറിയാലോ, പൂമരം പോലെ ഇങ്ങനെ ഹൈറ്റ് ഇല്ലാതെ നിറയെ ഫ്ലവേഴ്സ് വിരിയുന്ന പ്ലാന്റാണ് കേട്ടോ. ഭയങ്കര ഭംഗിയാണ് അതിൻ്റെ ഫ്ലവേഴ്സ് കാണാൻ. നമ്മുടെ ഒരു റോസാപ്പൂ, ചെറിയ റോസല്ല, ഒരു 3-4 റോസാപ്പൂ വെച്ച് വലിപ്പം എത്ര ഉണ്ട്, അത്രയും വലിപ്പമായ ബുഷിയായ ഫ്ലവേഴ്സാണ് അതിന് തട്ടാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കേട്ടോ. നമുക്ക് 4 കളേഴ്സോളം അവൈലബിൾ ആണ്. പക്ഷേ ഇതാ ഇത്രയ്ക്ക് ഹെൽത്തി ആയ സ്റ്റെമ്പ് കട്ടിയായിട്ടുള്ള അടിപൊളി പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ 1-2 പ്ലാന്റിനകത്തൊക്കെ മൊട്ട് വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇത്രയും മെച്ചേർഡായ പ്ലാന്റ് തന്നെയാണ്. കണ്ടോ, ഇതിൻ്റെ മൊട്ട് ഇതാണ് കേട്ടോ. ഒരു അടക്കല്ലേ, ഫസ്റ്റ് ഇതിൻ്റെ മൊട്ട് എങ്ങനെയാണ് വരിക, അടക്ക ഉണ്ടല്ലോ, അടക്കനെ പോലെ ആയിരിക്കും മൊട്ട് വരിക. പിന്നെ അത് പതുക്കെയാണ് ഇങ്ങനെ ഫ്ലവറായി വരിക കേട്ടോ. എന്നിട്ട് മേലെ ഭാഗത്ത് നല്ല റെഡ് കളറും വൈറ്റും പിങ്കും ബേബി പിങ്കും, ഇങ്ങനെ 4 കളേഴ്സാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. കണ്ടോ, ഇത്രയും ഹെൽത്തിയായ അടിപൊളി പ്ലാന്റാണ് കേട്ടോ. ഒരു 2-3 പ്ലാന്റിനകത്ത് മാത്രമേ ഉള്ളൂ മൊട്ടുള്ളത്. പക്ഷെ എന്നാലും ഇങ്ങനെ ഇത്രയും വലിപ്പം മൊട്ടാവാനായ ഹെൽത്തിയായ പ്ലാന്റ് തന്നെയാണ് കേട്ടോ കമേലിയ. നമ്മുടെ ക്ലൈമറ്റിൽ നല്ല രീതിയിൽ വിരിയുന്ന ഒരു ഫ്ലവർ തന്നെയാണ് കേട്ടോ കമേലിയ. അപ്പോൾ ഫ്രണ്ട്സ്, അക്യുമിനാസിൻ്റെ 8 കളേഴ്സാണ് കേട്ടോ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഭയങ്കര ഭംഗിയുള്ളതാണ്. കണ്ടോ, ഇതാണ് അതിൻ്റെ ഡബിൾ ഷെയ്ഡ് കളറാണ് വരുന്നത്. ബുഷിയായ പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, നമുക്കൊരു പോട്ടിൽ ഇത്രയും തൈകൾ വരുന്നുണ്ട്. ഇത്രയും തൈകളായിട്ടുള്ള സ്റ്റെമ്പ് കട്ടിയായിട്ടുള്ള ബുഷിയായ പ്ലാന്റാണ് കേട്ടോ നമ്മുടെ കയ്യിൽ സെയിലിനുള്ളത്. ഇപ്പോൾ അക്യുമിനാസിൻ്റെ അടുത്ത കളർ ഇതാണ് കേട്ടോ, വയലറ്റ് ആണ്. ഡബിൾ പെറ്റലായിട്ടുള്ള വയലറ്റ്, സെൻറ്റർ ഭാഗത്ത് ഒരു ഓറഞ്ചും ആയിട്ടുള്ള ബുഷിയായ പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഇതൊക്കെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് കേട്ടോ, നാടനല്ല, ഹൈബ്രിഡാണ്. ഇതിൻ്റെ ലീവ്സിൻ്റെ അടിഭാഗം കണ്ടോ, ഭയങ്കര ഡിഫറെൻ്റാണ്. ഓരോ ലീഫിനും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഫ്ലവേഴ്സ് ഇല്ലെങ്കിലും ലീഫ് നോക്കിയിട്ട് കളർ മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഫ്ലവേഴ്സോട് കൂടിയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അത് ഭയങ്കര ഭംഗിയുള്ള പ്ലാന്റാണ്. അപ്പോൾ നമ്മളിതിനെ വലിയൊരു പോട്ടിൽ വെച്ചിട്ട് കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് കൊക്കോപ്പിറ്റൊക്കെ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ പ്ലാന്റിൽ ബുഷിയായിട്ട് നിറയെ ഫ്ലവേഴ്സോട് കൂടിയുള്ള തൈകളുണ്ടാകും. അടുത്ത വർഷമാകുമ്പോൾ ഇതിൻ്റെ കിഴങ്ങിൽ നിന്നും കുറേ തൈകൾ നമുക്ക് ഉണ്ടായി കിട്ടും ചെയ്യും. ഇതിൻ്റെ സ്റ്റെമ്പ്, ഈ ഹൈറ്റ് കൂടിയ സ്റ്റെമ്പൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പ്രൊപ്പഗേഷന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണ്ടായി കിട്ടും കേട്ടോ. അപ്പോൾ അതിന് പറ്റിയൊരു ക്ലൈമറ്റ് തന്നെയാണ്. അപ്പോൾ ഈ പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരിക്കലും നശിച്ചു പോകില്ല എന്ന് പറയുന്നതാണ്. ഇതിൻ്റെ സ്റ്റെമ്പിൽ നിന്ന് മേലെയും തൈ ഉണ്ടാക്കാം, കിഴങ്ങിൽ നിന്ന് വേറെയും. അങ്ങനെ ഒരു പ്ലാന്റിൽ നിന്നും കുറേ ധാരാളം തൈകൾ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. കളർ ഇതാണ് കേട്ടോ, യെല്ലോയും ലൈറ്റ് ബേബി പിങ്കും കൂടെ കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റാണ്. ഇതും കണ്ടോ, ബുഷിയായ പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഇതും കളർ ഇതാണ് കേട്ടോ, ലൈറ്റ് യെല്ലോയും ഡാർക്ക് വയലറ്റും കേട്ടോ. ഇങ്ങനെ പ്ലാന്റ് നല്ല ഇതായി ഫ്ലവേഴ്സ് വിരിഞ്ഞ് കഴിയുമ്പോൾ നല്ല ഡാർക്ക് വയലറ്റ് കയറി വരും. ഭയങ്കര ഭംഗിയായിട്ടുള്ള കളറാണ് കേട്ടോ. ഇതാണ് കേട്ടോ അതിൻ്റെ ഒറിജിനൽ കളർ വരുന്നത്, ഡാർക്ക് കളറാണത്. അടുത്ത പ്ലാന്റ് വൈറ്റ് ആണ് കേട്ടോ. ഭയങ്കര ത്രിബിൾ ലെയറാണ്, വൈറ്റ് കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. പക്ഷേ ഈ പ്ലാന്റൊക്കെ നമ്മൾ വലിയ ഫുൾ പോട്ടിൽ വെച്ചിട്ട് 2-3 തൈകളൊക്കെ ബുഷ വരുമ്പോഴാട്ടോ അതിന് ഭംഗിയേറിയ നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് കേട്ടോ വൈറ്റെല്ലാം. അപ്പോൾ ഇനിയും നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഒരു 8 കളേഴ്സുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ പ്ലാന്റുകളൊക്കെ എല്ലാവരും കണ്ടല്ലോ അല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്ലാന്റുകളൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണം. എൻ്റെ നമ്പർ ഞാനിതാ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പ്ലാന്റൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. ഷാസവൻ എന്ന് പറഞ്ഞ് പുതിയ പ്ലാനിൻ്റെ അപ്ഡേഷനൊക്കെ നമ്മൾ അതിലാണ് ഉൾപ്പെടുത്തുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം. ഇൻഷാ അല്ലാഹ് വീണ്ടും ഞാൻ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ ദെൻ, ബൈ ബൈ.